വനം വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് എൻ എ മുഹമ്മദ് കുട്ടി. വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് NCP ആവശ്യപ്പെട്ടു. നിലവിലെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും ഈ സാഹചര്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്ന് മലപ്പുറം ജില്ലാ NCP പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് വിളയിൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട്, KM ജബ്ബാർ, K റഹ്മത്തുള്ള, പാർത്ഥസാരഥി, M ഷാജിർ, ഉണ്ണി ആമയൂർ, PT പവിത്രൻ, പ്രസാദ് എടക്കര, നാദിർ ഷാ കാടായിക്കൽ, നവാസ് പെരിന്തൽമണ്ണ, BP സുബ്രഹ്മണ്യൻ നായർ, അഡ്വക്കേറ്റ് റൌഫ് വിളയിൽ, മധു KK പുരക്കൽ, സുരേഷ് കാവന്നൂർ, അലി വട്ടം, സമീർ PP, MKM കുട്ടി, KT മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സിലായതുകൊണ്ട് മറുവിഭാഗത്തിന് അവർക്ക് ആളെ നിർത്തണമെങ്കിൽ ഒരു പാർട്ടിയും ചിഹ്നവും ആവശ്യമാണ്. ആയതിനാൽ 6-ാം തീയതി ഉണ്ട് കേട്ടോ. 7-ാം തീയതി 4 മണിക്ക് മുമ്പ്, 24 മണിക്കൂറിനുള്ളിൽ 4 മണിക്ക് മുമ്പ്, പിറ്റേ ദിവസം 4 മണിക്ക് മുമ്പ് 3 പേരുകളും ചിഹ്നവും തരികയാണെങ്കിൽ കമ്മീഷൻ അതിൽ നിന്ന് വേണം തെരഞ്ഞെടുപ്പ് നൽകാം. എങ്കിലേ അവർക്ക് ഈ രാജ്യസഭയ്ക്ക് വേണ്ടി മത്സരിക്കുന്നതിന് പാർട്ടി രംഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ടി വരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒറ്റ പ്രാവശ്യത്തിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം NCP ശരത് ചന്ദ്ര പവാർ എന്ന പേരിൽ ഒരു പേര് നൽകിയിരിക്കുന്നു. ഒരൊറ്റ പ്രാവശ്യം രാജ്യസഭയ്ക്ക് വേണ്ടി മാത്രം. എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ശാക്തോ വിഭാഗത്തിന് പാർട്ടിയില്ല, ചിഹ്നമില്ല, കൊടിയുമില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ മലപ്പുറത്ത് ഇവര് ആ മീറ്റിംഗ് നടത്തിയപ്പോ അന്ന് പരാതി കൊടുത്തപ്പോ പോലീസ് വന്നിട്ട് കൊടി കഴിക്കാൻ പറഞ്ഞ് മീറ്റിംഗ് നിർത്തി പോയില്ലേ. ഇന്നലെ ക്യാമ്പ് വെച്ചു ആലുവയില്, ഇന്നലെ ഇന്നുണ്ട്. ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത്. പറഞ്ഞപ്പോ ലേറ്റായി. അവിടെ കമ്മീഷൻ പറഞ്ഞവർക്ക് എല്ലാം റിപ്പോർട്ട് കൊടുത്തു. ഇന്ന് ഏതാണ്ട് 100ഓളം യുവാക്കൾ NYC നേതൃത്വത്തിൽ അവിടെ നിങ്ങൾ വാട്സപ്പിൽ കണ്ടാവും പ്രകടനമായി പോയി കൊടികൾ അടിച്ചെടുത്തു. മുദ്രാവാക്യം വിളിച്ച് പോലീസിന്റെ സംരക്ഷണത്തിലാണ് അവർ പിന്നെ ബാക്കി പരിപാടി തീർത്തത്. കാരണം ഈ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും നിന്ന് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിലേക്ക് നാം എത്തിയിരിക്കുന്നു. അപ്പോ ഇവർ പറയുന്ന ചില കാര്യമുണ്ട്. അത് BJPയുടെ കൂടെയാണ്, NDAയുടെ ആൾക്കാരാണ്. നിങ്ങൾ അതിൽ പോണ്ട. അങ്ങനെയാണെങ്കിൽ ശശീന്ദ്രൻ 2018 രാജിവെക്കണ്ടേ? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, 2017-18 ഇലക്ഷന്റെ സമയത്ത് ഗോവയിലേക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും സ്വന്തം സഹചാരിയായ മെയിലേരി കൊണ്ടുപോയല്ലോ, പാലക്കാടിലാണ് മൗലവി. ട്രെയിനിൽ കിടക്കുമ്പോഴാണല്ലോ പൂച്ചയെന്ന് വിളിച്ചിട്ട് അവസാനം കൊടുക്കിയിട്ട് 1 വർഷം മാറുന്നത്. ഇത് ആ ഇലക്ഷനിൽ 2 MLA-മാരാണ് ഗോവയിൽ നമുക്കുണ്ടായിരുന്നത്. ആ ഇലക്ഷൻ ജയിച്ചാൽ ആ 2 MLA-മാരും NDAക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് അന്ന് ആ ഗവൺമെന്റിനെ നിങ്ങൾക്കിത്. അന്ന് ഇയാളുടെ അത് കഴിഞ്ഞപ്പോ മന്ത്രി പിന്നീട് രാജിവെച്ച് അന്ന് പിന്നീട് തോമസ് ചാണ്ടി മന്ത്രിയെ, പക്ഷെ തോമസ് ചാണ്ടി മരിച്ചതിന് ശേഷം വീണ്ടും ഇയാൾ മന്ത്രിച്ചു വന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാൾ തുടരാൻ പാടില്ലല്ലോ. അത് NDAക്ക് സപ്പോർട്ടല്ലേ. മാത്രമല്ല ഈയിടെ അടുത്ത് ഈ പിളർപ്പിന് മുമ്പ് നാഗാലാൻഡിലെ ഇലക്ഷനിൽ 7 MLA-മാർക്ക് ആ 7 MLA-മാർ NDAക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ശശീന്ദ്രൻ മന്ത്രിയല്ലേ, LDF-നല്ലേ, മറ്റൊന്നുമില്ലോ. എന്നിട്ടാണ് പറയുന്നവര് അവർ BJPയുടെ ഭാഗമാണ്, NDAയുടെ ഭാഗമാണെന്ന്. ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്നോട് ഇത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചാക്കോവില്ല പറഞ്ഞു, നിങ്ങളുടെ ഞാനാണല്ലോ ചാക്കോലേക്ക് പറ്റിയിരുന്നത്, എന്നെ വിളിച്ചു ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരൊറ്റ കണ്ടീഷനിലാണ്, കേരളത്തിൽ LDF-ന് കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. എന്നോട് പറഞ്ഞു BJP സംസാരിക്കേണ്ടതുണ്ട്, അത്രയും ഞങ്ങൾ പറഞ്ഞതിന് ശേഷം തരാൻ പറ്റുന്നു ഉണ്ടെങ്കിൽ മാത്രം മതി, വേണ്ടാന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം മീറ്റിംഗ് കൂടി അവർ മറ്റ് NDA സംസാരിച്ചു.